ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫയൽ സിസ്റ്റം ആൻഡ് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. അതായത് നമ്മുടെ സിലബസിനകത്ത് പറയുന്നുണ്ട് ഫയൽ ആൻഡ് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന്. പക്ഷേ നമ്മളുടെ ബുക്കിനകത്ത് കാര്യമായിട്ട് അതിനെക്കുറിച്ച് പറയുന്നില്ല. പക്ഷേ നിങ്ങൾ ഫോർത്ത് സെമ്മിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, RDBMS പഠിച്ചപ്പോൾ ഫയലും ഡാറ്റാബേസും തമ്മിൽ കമ്പയർ ചെയ്യുന്നുള്ള ഒരു കൺസെപ്റ്റ് അവിടെ പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഒരു നോട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, അത് വെച്ചിട്ട് ഞാനതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. കാരണം എക്സാമിനെങ്ങാനും ചോദിച്ചാൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയണം. പക്ഷേ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല, ഈ ഒരു കൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ, ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ ഇല്ലാത്തതെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ മൊഡ്യൂളിൻ്റെ കേസൊക്കെ പറയുമ്പോൾ. എനിവേ നമുക്കപ്പോൾ നോക്കാം. സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്, ജസ്റ്റ് ഒന്ന് കമ്പാരിസനാണ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഫയൽ സിസ്റ്റം എന്താണെന്ന് നോക്കാം. ഫയൽ സിസ്റ്റം ഈസ് ബേസിക്കലി വേ ഓഫ് അറേഞ്ചിങ് ദ ഫയൽസ് ഇൻ എ സ്റ്റോറേജ് മീഡിയം ലൈക്ക് ഹാർഡ് ഡിസ്ക്. ഫയൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫയൽസിന് സ്റ്റോറേജ് മീഡിയത്തിൽ അറേഞ്ച് ചെയ്യുന്ന ഒരു ടെക്നിക്ക് അല്ലെങ്കിൽ ഒരു വേ ഓഫ് അറേഞ്ചിങ് ഓർ എ മെത്തേഡ് എന്നൊക്കെ പറയാം. അതാണ് ഫയൽ സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് ഫയൽസിൻ്റെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്ന ആളാണ് നമ്മളുടെ. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്, അല്ലെങ്കിൽ OSൻ്റെ ഒരു മൊഡ്യൂളാണ് നമ്മുടെ ഫയൽ സിസ്റ്റം. അതൊക്കെ നമ്മൾ മുന്നേ പറഞ്ഞതാണ്. ഫയൽ സിസ്റ്റം ഓർഗനൈസ് ദ ഫയൽസ് ആൻഡ് ഹെൽപ്പ് ഇൻ റിട്രീവൽ ഓഫ് ഫയൽസ് വെൻ ദേ ആർ റിക്വയേർഡ്. നമ്മൾ ഫയൽസ് ഓർഗനൈസ് ചെയ്യുന്നത് ഫയൽ സിസ്റ്റമാണ്. അതേപോലെ എപ്പോഴൊക്കെയാണ് നമുക്ക് ഫയൽ ആവശ്യമുള്ള ആ ടൈമിലൊക്കെ റിട്രീവ് ചെയ്യുന്നതൊക്കെ ഈ ഫയൽ സിസ്റ്റം യൂസ് ചെയ്തിട്ടാണ്. ഫയൽ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ഡിഫറെൻറ്റ് ഫയൽസ് വിച്ച് ആർ ഗ്രൂപ്പ്ഡ് ഇൻ ടു ഡയറക്ടറീസ്. ഫയൽ സിസ്റ്റത്തിൽ ഒരുപാട് ഫയൽസ് ഇൻക്ലൂഡഡ് ആണ്. അത് പലതും ഡയറക്ടറീസ് ആക്കിയിട്ടാണ് നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നത്. കാരണം ഒരുപാട് നമ്പർ ഓഫ് ഫയൽസ് ഉണ്ടാകുമ്പോൾ നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടാണ് കീപ്പ് ചെയ്യുക. The directories further contain the folder and files. File system perform basic operation like management, file naming, giving access tools, etc. അപ്പോൾ നമ്മൾ ഇതിനകത്ത് പറഞ്ഞു എല്ലാ ഫയൽസിനെയും നമ്മൾ ഗ്രൂപ്പ് ചെയ്ത് ഡയറക്ടറീസ് ആക്കിയിട്ടുണ്ട്. ആ ഡയറക്ടറീസിനകത്ത് ഫോൾഡേഴ്സും ഫയൽസും ഉണ്ടായിരിക്കും. അത് ത്രൂ ആണ് നമ്മൾ ഫയൽസിനെ ആക്സസ് ചെയ്യുക. പിന്നെ ഈ ഫയൽ സിസ്റ്റം പെർഫോം ചെയ്യുന്ന ഓപ്പറേഷൻസ് ആണ് ഫയൽ മാനേജ്മെൻറ്റ്, ദെൻ ഫയൽ നെയിമിംഗ്, അതേപോലെ ആക്സസ് റൂൾ പ്രൊവൈഡ് ചെയ്യുന്നൊക്കെ ആരാണ്? നമ്മളുടെ ഫയൽ സിസ്റ്റമാണ്. ഇവിടുത്തെ ഇനി ചെറിയൊരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ഫയൽ സിസ്റ്റം ഫയൽസ് ആക്സസ് ചെയ്യുന്ന എങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു ഫിഗർ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ഇവിടെ ഡയറക്ടറീസ് ആണ്, മാസ്റ്റർ ഫയൽ ഡയറക്ടറി. അപ്പോൾ ഇങ്ങനെ പല കാറ്റഗറൈസ് ചെയ്ത ഡയറക്ടറീസും നമ്മളുടെ സിസ്റ്റത്തിനകത്തുണ്ടായിരിക്കും. അപ്പോൾ അതിൽ നിന്നുള്ള ഒരു ഫയൽ ഡയറക്ടറി എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് യൂസർ ഫയൽ ഡയറക്ടറി ഉണ്ടായിരിക്കും. അപ്പോൾ അതായത് ഒരാൾക്ക് തന്നെ ഒരാളുടെ അണ്ടറിൽ വരുന്ന ഡയറക്ടറി വേറൊരാളുടെ അണ്ടറിൽ വരുന്ന അങ്ങനെ പല ബേസിൽ, അതായത് സബ്ജക്റ്റ് വൈസ് ആയിട്ടോ അല്ലെങ്കിൽ ഒരാളുടെ ഫാക്കൽറ്റി വൈസ് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, അതിനെ കാറ്റഗറൈസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഡയറക്ടറി ആയിട്ട് ഇവിടെ വരിക, ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഡയറക്ടറീസ് ഇവിടെ വരും. അത്രയും ഡയറക്ടറിക്കകത്താണ് സെപ്പറേറ്റ് ആയിട്ട് നമ്മളുടെ ഫയൽസ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫയൽസ്, യൂസർ ഫയൽ ഡയറക്ടറി, മാസ്റ്റർ ഫയൽ ഡയറക്ടറി, അങ്ങനെയാണ് നമ്മൾ ആക്സസിങ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ഇനി നമ്മുടെ DBMS ഡാറ്റാബേസ് സിസ്റ്റം അല്ലെങ്കിൽ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു S4ൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എനിവേ നമുക്കൊന്ന് പറയാം. ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഈസ് ബേസിക്കലി എ സോഫ്റ്റ്വെയർ ദാറ്റ് മാനേജ് ദ കളക്ഷൻ ഓഫ് റിലേറ്റഡ് ഡാറ്റ. ഇതെന്ന് പറഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയർ ആണ്. ഫയൽ സിസ്റ്റവും ഒരു സോഫ്റ്റ്വെയർ ആണ്, DBMSഉം ഒരു സോഫ്റ്റ്വെയർ ആണ്. അത് മാനേജ് ചെയ്യുന്നത് കളക്ഷൻ ഓഫ് റിലേറ്റഡ് ഡാറ്റയാണ്. റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റയുടെ കളക്ഷനാണ് നമ്മളുടെ DBMS മാനേജ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ സ്റ്റോറിങ് ഡാറ്റ ആൻഡ് റിട്രീവിങ് ദ ഡാറ്റ എഫക്റ്റീവ്ലി വെൻ ഇറ്റ് ഈസ് നീഡഡ്. അതായത് നമ്മൾ ഈ DBMS യൂസ് ചെയ്യുന്നത് ഡാറ്റ സ്റ്റോർ ചെയ്യാനും അതേപോലെ നമുക്ക് ആവശ്യമുള്ള നേരത്തൊക്കെ ഡാറ്റ റിട്രീവ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. It also provides proper security measures for protecting data from unauthorized access. ഇത് സ്റ്റോറിങ് പോസിബിൾ ആണ്, റിട്രീവിങ് പോസിബിൾ ആണ്. അതേപോലെ തന്നെ ഒരു ഡാറ്റയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള സെക്യൂരിറ്റി മെഷേഴ്സും ഇത് കീപ്പ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല അൺഓതറൈസ്ഡ് ആക്സസിന് നമ്മുടെ ഡാറ്റയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നൊക്കെ ആരാണ്? നമ്മുടെ ഈ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. In database management system, the data can be fetched by SQL queries and relational algebra. It also provides mechanism for data recovery and data backup. നമ്മുടെ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിനകത്ത് നമ്മൾ ഡാറ്റ ഫെച്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ റിട്രീവ് ചെയ്യുന്നതൊക്കെ കൊറീസ് യൂസ് ചെയ്തിട്ടാണ്. SQL കൊറീസ് അതുപോലത്തെ പല ടൈപ്സ് ഓഫ് കൊറീസ് യൂസ് ചെയ്തിട്ടാണ്. MySQL പല വേർഷൻസ് ഉണ്ട്. അത്തരം കൊറീസും അതേപോലെ ആൽജിബ്രയൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡാറ്റയെ ഫെച്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ റിട്രീവ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇതിനകത്ത് ഡാറ്റ റിക്കവറി പോസിബിളാണ്, ഡാറ്റ ബാക്കപ്പ് പോസിബിളാണ്. അങ്ങനെ ഒരുപാട് ഫങ്ഷൻസ് ഫെസിലിറ്റി ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് സിസ്റ്റമാണ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ആണ് നമ്മളുടെ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. ഇനി അതിൻ്റെ ഒരു ഫിഗർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എൻഡ് യൂസർ നമ്മളുടെ ഡാറ്റാബേസ് ആപ്ലിക്കേഷൻ ത്രൂ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം യൂസ് ചെയ്തിട്ട് ഡാറ്റാബേസിൽ നിന്ന് ആക്സസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് അവർക്ക് വേണമെങ്കിൽ ഡാറ്റാബേസ് DBMS യൂസ് ചെയ്ത് ഡയറക്റ്റായിട്ട് ഇങ്ങനെ ആക്സസ് ചെയ്യാം, അല്ലെങ്കിൽ ഡാറ്റാബേസ് ആപ്ലിക്കേഷൻസ് ത്രൂ ആക്സസ് ചെയ്യാം. അതായത് യൂസർ ഏത് ടൈപ്പാണോ അതിനനുസരിച്ചാണ് ആക്സസിങ് കൺട്രോൾ അല്ലെങ്കിൽ പെർമിഷൻ അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക.
എൻഡ് യൂസർ നമ്മളെപ്പോലെയുള്ള യൂസേഴ്സൊക്കെ ആണെങ്കിൽ ഈ ആപ്ലിക്കേഷൻ ത്രൂ ആണ് ആക്സസ് ചെയ്യുക. അതല്ലാതെ അതിൻ്റെ ബേക്കിലുള്ള ടെക്നിക്കൽ ടീംസ് അതേപോലെ പ്രോഗ്രാംസ് ഒക്കെ ആകുമ്പോൾ അവർക്കൊരു പക്ഷേ ഈ സോഫ്റ്റ്വെയർ ത്രൂ പോസിബിൾ ആവും. അപ്പോൾ പല വേസിൽ നമുക്ക് എന്ത് ചെയ്യാം, ആക്സസിങ് പോസിബിളാണ്. ഇനി നമ്മൾ ഫയൽ സിസ്റ്റം DBMS തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കാൻ പോവാണ്. ഫയൽ സിസ്റ്റം ഈസ് എ സോഫ്റ്റ്വെയർ ദാറ്റ് മാനേജ് ആൻഡ് ഓർഗനൈസ് ദ ഫയൽ ഇൻ എ സ്റ്റോറേജ് മീഡിയം വിത്തിൻ എ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിനകത്തുള്ള ഒരു സ്റ്റോറേജ് മീഡിയത്തിലാണ് നമ്മൾ ഈ ഫയൽസിനെ കീപ്പ് ചെയ്യുന്നത്, അതിനെ ഓർഗനൈസ് ചെയ്യുന്നത്, മാനേജ് ചെയ്യുന്നൊക്കെ അതിനൊക്കെ ഉള്ള ഒരു സോഫ്റ്റ്വെയറാണ് നമ്മളുടെ ഫയൽ സിസ്റ്റം എന്ന് പറയുന്നത്. DBMS ഈസ് എ സോഫ്റ്റ്വെയർ ഫോർ മാനേജിങ് ദ ഡാറ്റാബേസിനെ മാനേജ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറാണ് നമ്മുടെ DBMS. റിഡൻഡൻറ്റ് ഡാറ്റ ക്യാൻ ബി പ്രസൻറ്റ് ഇൻ ദ ഫയൽ സിസ്റ്റം. നമ്മുടെ ഫയൽ സിസ്റ്റത്തിനകത്ത് റിഡൻഡൻറ്റ് ഡാറ്റ പോസിബിളാണ്. അതായത് നമ്മളൊരു ഫയൽ കൊടുത്താൽ പിന്നെ ആ ഫയൽ കൊടുക്കും, പിന്നെ ഫയൽ, അങ്ങനെയൊക്കെ ഒരു യുണീക്നെസ്സിൻ്റെ പ്രശ്നമൊന്നും അവിടെ ഇല്ല. നമ്മൾ സേവ് ചെയ്യുന്നു, അതവിടെ കീപ്പ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. DBMSൻ്റെ കേസിൽ DBMS ദർ ഇസ് നോ റിഡൻഡൻറ്റ് ഡാറ്റ. റിഡൻഡൻറ്റ് ഡാറ്റ വരാതിരിക്കാൻ മാക്സിമം അവിടെ ട്രൈ ചെയ്യും. നമ്മളതിനൊക്കെ പല നോർമൽ ഫോംസ് ഒക്കെ പഠിച്ചില്ലേ, 1F 2F എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്നത്, അതൊക്കെ റിഡൻഡൻറ്റ് ഡാറ്റ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഇറ്റ് ഡസ് നോട്ട് പ്രൊവൈഡ് ബാക്കപ്പ് ആൻഡ് റിക്കവറി ഓഫ് ഡാറ്റ ഇഫ് ഇറ്റ് ലോസ്റ്റ്. നമ്മുടെ ഫയൽ സിസ്റ്റത്തിനകത്ത് നോർമലി നമ്മൾ ബാക്കപ്പോ ഡാറ്റ റിക്കവറി ഒന്നും കൂടുതൽ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അങ്ങനെയൊന്നും സംഭവിച്ചാൽ അത് ലോസ് ആവും. ഇറ്റ് പ്രൊവൈഡ് ബാക്കപ്പ് ആൻഡ് റിക്കവറി ഓഫ് ഡാറ്റ ഈവൻ ഇഫ് ഇറ്റ് ഈസ് ലോസ്. അതായത് നമ്മുടെ DBMSനകത്ത് ബാക്കപ്പും റിക്കവറിയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദർ ഇസ് നോ എഫിഷ്യൻറ്റ് ക്വറി പ്രോസസ്സിങ് ഇൻ ഫയൽ സിസ്റ്റം. ഫയൽ സിസ്റ്റത്തിനകത്ത് അങ്ങനെ ഒരു നല്ലൊരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ക്വറി പ്രോസസ്സിങ്ങോ നടത്തുന്നില്ല. പക്ഷേ DBMSനകത്ത് എന്താണ്, എഫിഷ്യൻറ്റ് ക്വറി പ്രോസസ്സിങ് ഈസ് ദർ ഇൻ DBMS. DBMSനകത്ത് എഫിഷ്യൻറ്റ് ക്വറി പ്രോസസ്സിംഗ് ഒക്കെ പോസിബിളാണ്. നമ്മൾ പറഞ്ഞല്ലോ SQL, MySQL ഒക്കെ. ദെൻ നമ്മുടെ ഫയൽ സിസ്റ്റത്തിനകത്ത് ദർ ഇസ് ലെസ് ഡാറ്റ കൺസിസ്റ്റൻസി ഇൻ ദ ഫയൽ സിസ്റ്റം. ഫയൽ സിസ്റ്റത്തിനകത്ത് കൺസിസ്റ്റൻസി കുറവാണ്. ദർ ഇസ് മോർ ഡാറ്റ കൺസിസ്റ്റൻസി ബിക്കോസ് ദ പ്രോസസ് ഓഫ് നോർമലൈസേഷൻ. നമ്മളിപ്പോൾ നേരത്തെ ഞാൻ റിഡൻഡൻറ്റ് ഡാറ്റൻ്റെ കേസ് പറഞ്ഞ പോലെ എന്താണ്, നോർമലൈസേഷൻ മെത്തേഡ് കൊണ്ടുവരുന്നതുകൊണ്ട് ഡാറ്റ കൺസിസ്റ്റൻ്റ് ആണ്. അതേപോലെ റിഡൻഡൻസിയും നമ്മുടെ DBMSനകത്തില്ല, ബിക്കോസ് നോർമലൈസേഷൻ ഒരു റീസണാണ്. പിന്നെ നമ്മൾ ഈ പ്രൈമറി കീ, ഫോറിൻ കീ, അത്തരം കീസൊക്കെ യൂസ് ചെയ്യുന്നുണ്ടല്ലോ ഡാറ്റ യൂണീക്ക് ആകാൻ വേണ്ടിയിട്ട്. സോ അത്തരം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ DBMSനകത്ത് റിഡൻഡൻറ്റ് ഡാറ്റ ഇല്ല. അതേപോലെ നമ്മളുടെ ഡാറ്റ കൺസിസ്റ്റൻസിയും ഇല്ല. നെക്സ്റ്റ്, ഇറ്റ് ഈസ് ലെസ് കോംപ്ലക്സ് ആൻഡ് കമ്പയർ ടു DBMS. പക്ഷേ ഫയൽ സിസ്റ്റം എടുത്ത് പറയുമ്പോൾ അത് DBMS ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കോംപ്ലക്സിറ്റി കുറവാണ്. പക്ഷേ നമ്മൾ DBMS ഇറ്റ് ഹാസ് മോർ കോംപ്ലക്സിറ്റി ഇൻ ഹാൻഡ്ലിങ് ആസ് കമ്പയർ ടു ഫയൽ സിസ്റ്റം. ഫയൽ സിസ്റ്റം ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കോംപ്ലക്സിറ്റി കൂടുതലാണ്. ദെൻ ഫയൽ സിസ്റ്റത്തിൻ്റെ കേസ് പറയുമ്പോൾ ഫയൽ സിസ്റ്റം പ്രൊവൈഡ് ലെസ് സെക്യൂരിറ്റി ഇൻ കമ്പാരിസൺ ടു DBMS. ഫയൽ സിസ്റ്റത്തിനകത്ത് സെക്യൂരിറ്റി വളരെ കുറവാണ് DBMS ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. DBMSനകത്ത് നോക്കുമ്പോൾ ഇറ്റ് ഹാസ് മോർ സെക്യൂരിറ്റി മെക്കാനിസംസ് ആസ് കമ്പയർ ടു ഫയൽ സിസ്റ്റം. നമ്മുടെ DBMSനകത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞു സെക്യൂരിറ്റി മെഷേഴ്സ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് ഫയൽ സിസ്റ്റമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. ദെൻ ഫയൽ സിസ്റ്റം ഇറ്റ് ഈസ് ലെസ് എക്സ്പെൻസീവ് ദാൻ DBMS. DBMSനേക്കാൾ എക്സ്പെൻസ് കുറവാണ് നമ്മുടെ ഫയൽ സിസ്റ്റം. കമ്പാരിറ്റീവ്ലി ഹയർ കോസ്റ്റ് ദാൻ എ ഫയൽ സിസ്റ്റം. ഏത്, നമ്മുടെ DBMS. അപ്പോൾ DBMS കോസ്റ്റ് കൂടിയതാണ്, മറ്റേത് കോസ്റ്റ് കുറവാണ്. സോ ഇത്രയും കാര്യങ്ങൾ വെച്ചാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. സോ സിമ്പിളാണ് ഈ കൺസെപ്റ്റുകൾ. പക്ഷേ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ DBMS ആയിട്ടുള്ള അങ്ങനെ ഒരു രീതിയിൽ പറയുന്നില്ല, പക്ഷേ സിലബസിൽ ജസ്റ്റ് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഡിസ്കസ് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ടുള്ളത്. കാരണം അങ്ങനൊരു വീഡിയോ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ നമുക്കത് മാനേജ് ചെയ്യേണ്ടതുണ്ട്. സോ സിമ്പിളാണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. ഇത് നോട്ട് എഴുതി വെച്ചോളൂ, അല്ലെങ്കിൽ പ്രിൻ്റ് എടുത്ത് വെച്ചോളൂ, ഇങ്ങനെ നിങ്ങളുടെ ചോയ്സാണ്. അല്ലെങ്കിൽ പിന്നെ ഇപ്പോഴേ പഠിച്ചു പോയി കഴിഞ്ഞപ്പോൾ കുഴപ്പമില്ലല്ലോ. കാരണം സിമ്പിളാണ് സംഭവം. പക്ഷേ ടെക്സ്റ്റ് ബുക്കിനെ കാര്യമായിട്ട് അതിനെക്കുറിച്ച് ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. DBMS ആയിട്ടുള്ള ഒരു അങ്ങനെ രീതിയിൽ ഞാൻ കണ്ടില്ല, അതുകൊണ്ടാട്ടോ. സോ ഓക്കെ, താങ്ക് യു. അപ്പോൾ വീഡിയോ ഒക്കെ വാച്ച് ചെയ്യുക, കൺസെപ്റ്റുകളൊക്കെ മനസ്സിലാക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.